യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ നന്ദൻ, ഞങ്ങൾ ലേറ്റ് ആയില്ലോ? എല്ലാം ഓക്കെ അല്ലേ? ഇരുന്നട്ടെ. താങ്ക് യു. എന്തായി, അരുണിമ ഓക്കെ അല്ലേ? അരുണിമ സമ്മതിക്കുന്നില്ല. അവൾക്കിനിയും ഇങ്ങനെ ഒരു ഭാരവും വേണ്ടെന്നാണ് പറയുന്നത്. നന്ദൻ, ഇനി അരുണിമയെ നിർബന്ധിക്കണ്ട. അവരുടെ തീരുമാനം ദൃഢമാണ്, അതിനി മാറുകയില്ല. ആന്റി തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഇപ്പൊ എഴുതിയിരിക്കുന്ന ഈ പത്രം രണ്ടുപേരുടെ പേരിലല്ലേ? അതെല്ലാം മാറ്റി എഴുതണ്ടേ? ചില തിരുത്തലുകൾ വേണ്ടി വരും. അതിപ്പോ ഞാൻ ശരിയാക്കാം. നന്ദാ, ആ ഫയലൊക്കെ ഇങ്ങെടുക്ക്. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാരാ നന്ദ? ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. സാറിന്റെ ഓഫീസിൽ ഇതുപോലെ ഒരു രജിസ്ട്രേഷൻ നടന്ന ദിവസം ഒരു മാലാഖയെ പോലെ ഇടിച്ചു കയറി വന്ന ഈ കുട്ടിയെ സാർ ഓർക്കുന്നുണ്ടോ? ഓ, ഇത് ആ കുട്ടിയല്ലേ? വീണ്ടും രജിസ്ട്രേഷൻ മുടക്കാനാണോ വന്നിരിക്കുന്നത്? ഞാനന്ന് ചെയ്യാൻ പോയ തെറ്റ് ദൈവനിയോഗത്താൽ നിർത്തിവെപ്പിച്ചത് ഈ കുട്ടിയാണ്. കാരണം ഇവളെ ദൈവം അയച്ചതാണ്. ഇവൾക്ക് അർഹതപ്പെട്ടത് കൈവിട്ടു പോകാതിരിക്കാൻ ദൈവത്തിന്റെ കയ്യൊപ്പമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നതാണ്. ഒരു പക്ഷേ ഇവൾക്ക് അപ്പോൾ തന്നെ ഈ അച്ഛനെ മനസ്സിലായി കാണും. പക്ഷേ നിർഭാഗ്യവാനായി അച്ഛന് സ്വന്തം കുഞ്ഞിനെ, സ്വന്തം ചോരയെ തിരിച്ചറിയാൻ കഴിയാതായിപ്പോയി. ഇതെന്റെയും അരുണിമയുടെയും മകളാണ് സർ, എന്റെ അനുക്കുട്ടി. ഇവളുടെ ഭാവി ഇവളെന്ന് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ എന്റെ മാനസപുത്രിയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഇക്കാലത്ത് ഇപ്പോഴാണെന്ന് മാത്രം. സ്നേഹം പിന്നിടാനുള്ള ദൂരമല്ല എന്നും, കീഴടക്കേണ്ട ഉയരമല്ല, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അനുഭവിക്കേണ്ട ഒന്നാണെന്ന് എന്നെ പഠിപ്പിച്ച എന്റെ മകളാണ് സാർ, എന്റെ അനുക്കുട്ടി. ഓഹോ, അങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? എന്തായാലും തന്റെ തീരുമാനം കൊള്ളാം. തനിക്ക് വേണ്ടി സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് ഞാനിവിടെ വന്നത്. എത്രയും വേഗം കാര്യങ്ങൾ തീർത്ത് ഓഫീസിലേക്ക് പോണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? എന്റെ മോൾക്ക് അവകാശപ്പെട്ടത് ഞാൻ അവൾക്ക് കൊടുക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. വാ മോളെ, നിനക്ക് അവകാശപ്പെട്ടത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള ഈ അവസരം ഈ അച്ഛന് നീ തരണം. ചെറിയ തിരുത്തലൊക്കെ വരുത്തിയിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. എന്തു കുഴപ്പം? നിങ്ങൾ എഴുതി തരുന്നത് പതിപ്പിക്കലല്ലേ എന്റെ ജോലി.
കുട്ടി ദേ ഇവിടെ സൈൻ ചെയ്തോളൂ. ഇതുകൂടി. ഓക്കെ നന്ദൻ, പറഞ്ഞോട്ടെ. ഇവിടത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ആ. ഇനി ഡോക്യുമെന്റ്സ് റെഡിയാകുമ്പോ ഞാൻ നന്ദനെ വിളിച്ചോളാം. ഓക്കെ? ശരി സാർ. ശരി നന്ദ, അപ്പൊ കാണാം. ആയിക്കോട്ടെ. ഓക്കെ ശരി സാർ. ഓക്കെ. താങ്ക് യു. എന്താ മോളെ, എന്തുപറ്റി? അല്ല പൂജ, ഇതൊരു നല്ല ദിവസമല്ലേ? ഇപ്പോ സനാഥയുമായി, സമ്പത്തിന് അവകാശിയുമായി. അപ്പോ സന്തോഷിക്കല്ലേ മോളെ വേണ്ടത്?